ഹലോ നമസ്കാരം ഫ്രണ്ട്സ്. സോ ഈ വീഡിയോയിൽ അഗെയിൻ എനിക്ക് ഒരുപാട് മെസ്സേജ് വരുന്ന കുറെ ക്വറീസ് സോൾവ് ചെയ്യാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സോ ഒരെണ്ണം, ആരാണ് MBA ചെയ്യാനുള്ള ഒരു ഐഡിയൽ കാൻഡിഡേറ്റ്? ഇതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എൻ്റെ അടുത്ത് വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ മറ്റേ B.Pharm കഴിഞ്ഞിട്ടുണ്ട്, ഞാൻ ലോ ആണ് കഴിഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലുമൊക്കെ ഓരോ ഡിഗ്രിയുടെ പേര് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞിട്ടുള്ളത് സയൻസ് BSc ആണ് കഴിഞ്ഞത്, BSc അഗ്രികൾച്ചർ ആണ് കഴിഞ്ഞത്, എനിക്ക് MBA എടുത്തു കഴിഞ്ഞാൽ ഗുണമുണ്ടോ? ഇങ്ങനെയുള്ള കുറെ ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഫസ്റ്റ് നമുക്ക് എലിജിബിലിറ്റി നോക്കാം. അതായത് MBA ആർക്കൊക്കെ ഇന്ത്യയിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ചുള്ള എലിജിബിലിറ്റി ആദ്യം സംസാരിക്കാം. രണ്ടാമത് കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ആരൊക്കെയാണ് ഈ എലിജിബിലിറ്റി യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് B സ്കൂളിൽ പോയി കഴിഞ്ഞാൽ മാക്സിമം ഗുണം ഉണ്ടാകുന്നു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം. സോ ഫസ്റ്റ് ഓഫ് ഓൾ ടോക്കിംഗ് അബൌട്ട് എലിജിബിലിറ്റി. MBAയുടെ എലിജിബിലിറ്റി എന്ന് പറയുന്നത് ബേസിക്കലി ഒരു 3 ഇയർ ഡിഗ്രി ഉള്ള ആൾക്കാർക്കൊക്കെ പോയി ചെയ്യാൻ പറ്റും. അതായത് ഒരു 3 ഇയർ അല്ലെങ്കിൽ 4 ഇയർ അല്ലെങ്കിൽ 5 ഇയർ ഡിഗ്രി. അതായത് നമ്മുടെ നാട്ടിലുള്ള ഒട്ടുമിക്ക കോഴ്സുകളും BSc, BCom, BA കൂടാതെ BTech അല്ലെങ്കിൽ MBBS അല്ലെങ്കിൽ BDS അങ്ങനെയുള്ള ഏത് കോഴ്സ് കഴിഞ്ഞ ആൾക്കാർക്കും MBA ചെയ്യാൻ പറ്റും. അപ്പൊ MBA എല്ലാവർക്കും അറിയാം ഒരു പോസ്റ്റ് ഗ്രാജുവേഷൻ പ്രോഗ്രാമാണ്. അപ്പം എൻ്റെ അടുത്ത് കൂടുതലും വരുന്ന ഒരു ക്വറി എന്ന് പറയുന്നത്, ഞാൻ കഴിഞ്ഞത് BSc അഗ്രികൾച്ചർ ആണ്, സോ അതുകൊണ്ട് എനിക്ക് നല്ലത് മാനേജിലോ അല്ലെങ്കിൽ IIM ലക്നൌവിൽ ഒരു ആഗ്രി ബിസിനസ് മാനേജ്മെന്റ് ഉണ്ട്, ഇർമയിൽ റൂറൽ മാനേജ്മെന്റ് ഉണ്ട്, അതാവുമോ നല്ലത്? അതേപോലെ ഞാൻ കഴിഞ്ഞത് ഈ പറയുന്ന BA ഇപ്പം എന്തെങ്കിലും മെഡിസിനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫിസിയോതെറാപ്പി ആണ് കഴിഞ്ഞത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കോഴ്സാണ് കഴിഞ്ഞത്, സോ എനിക്ക് നല്ലത് NMIMS പോലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് പോലുള്ള ഒരു സംഭവമായിരിക്കും എന്നുള്ള ചോദ്യങ്ങൾ എനിക്ക് ഒരുപാട് വരാറുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടി ഇല്ല. നിങ്ങൾ ഏത് UG കഴിഞ്ഞാലും നിങ്ങൾക്ക് MBAക്ക് പോകാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. MBAക്ക് നിങ്ങൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കയറാൻ വേണ്ടി CAT എഴുതുക, അല്ലെങ്കിൽ SAT, SNAP, പിന്നെ അതുപോലെ NMAT പോലുള്ള എക്സാമുകൾ എഴുതിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് MBAക്ക് നോർമലായിട്ട് ചെയ്യാൻ പറ്റും. സോ അതിൽ നമ്മൾ ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാമാണ് ഈ IIMകളിലെ കോർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതായത് നിങ്ങൾ ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും നിങ്ങൾക്ക് IIMൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുന്നത് ഒരു ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം ആവും. അപ്പൊ എന്താണ് ഈ ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം? ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം എന്ന് പറയുന്നത്, നിങ്ങൾ 2 വർഷത്തിൽ നിങ്ങൾ പല കോഴ്സുകൾ പഠിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് കുറച്ച് എക്കണോമിക്സ് പഠിക്കുന്നുണ്ടാവും, നിങ്ങൾ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്നുണ്ടാവും, നിങ്ങൾ മാർക്കറ്റിംഗ് പഠിക്കുന്നുണ്ടാവും, ഓപ്പറേഷൻസ് പഠിക്കുന്നുണ്ടാവും, സപ്ലൈ ചെയിൻ പഠിക്കുന്നുണ്ടാവും. ഒട്ടുമിക്ക കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം സെക്കൻഡ് ഇയറിൽ നിങ്ങളുടെ പ്ലേസ്മെന്റ് സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കമ്പനികൾക്ക് ഇരിക്കാം. ഇപ്പൊ ഞാനൊക്കെ IIMൽ പഠിക്കുന്ന സമയത്ത് എന്റെ ഫൈനൽ പ്ലേസ്മെന്റ് ഞാൻ കൺസൾട്ടിങ്ങിന്റെ ഇന്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഫിനാൻസ് ഞാൻ മാറ്റി നിർത്തി, കാരണം എനിക്ക് ഫിനാൻസിൽ വലിയ താല്പര്യമില്ലായിരുന്നു. പക്ഷേ ബാക്കിയുള്ള മാർക്കറ്റിംഗ്, സെയിൽസ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് എല്ലാത്തിനും എനിക്ക് അപ്ലൈ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. സോ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം എസ്പെഷ്യലി IIM പോലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് തരുന്ന ഒരു വലിയൊരു ലെവറേജ് ആണ്. കാരണം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഇപ്പൊ ഞാനൊക്കെ BTech എടുക്കുന്ന സമയത്ത് എനിക്കൊരു ഐഡിയ ഇല്ലായിരുന്നു. ഞാൻ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആണ് എടുത്തത്. എന്ത് എടുക്കണമെന്ന് ഐഡിയ ഇല്ലാത്തത് കൊണ്ട് അപ്പോൾ ഉള്ള ഒരു മിനിമം ഇൻഫർമേഷൻ വെച്ചിട്ടാണ് ഞാൻ ഇലക്ട്രോണിക്സ് എടുത്തത്. അപ്പൊ ഇലക്ട്രോണിക്സ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും പ്ലേസ്മെന്റ് ഒക്കെ വരുന്നത് ഇലക്ട്രോണിക്സ് റിലേറ്റഡ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആണ്. ഇപ്പം പക്ഷെ MBA എടുക്കുന്ന സമയത്ത് ജനറൽ മാനേജ്മെന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം ഇനി, അല്ലെങ്കിൽ ഏത് ഡൊമൈനാണ് എടുക്കേണ്ടത്, ആദ്യം തന്നെ MBA ഇൻ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എടുക്കാൻ പോയി കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ ഒരുപാട് വർഷം കഴിഞ്ഞിട്ട് കഷ്ടപ്പെട്ട് നിങ്ങൾ സ്വിച്ച് ചെയ്യേണ്ടി വരും. പക്ഷെ ഇവിടെ അങ്ങനത്തെ ഒരു ആവശ്യം വരുന്നില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം എടുത്ത് 2 വർഷം എക്സ്പ്ലോർ ചെയ്ത് ചില്ല് ചെയ്ത് നിങ്ങൾക്ക് ഏതാണ് വേണ്ടതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പോകാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഞാൻ BSc അഗ്രികൾച്ചർ എടുത്തുകൊണ്ട് ഞാൻ റൂറൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ആഗ്രി ബിസിനസ് മാനേജ്മെന്റിന് പോകണോ, അല്ലെങ്കിൽ ഞാൻ ഫിസിയോതെറാപ്പി അല്ലെങ്കിൽ എന്തെങ്കിലും B.Pharm കഴിഞ്ഞതുകൊണ്ട് ഞാൻ MBA ഇൻ ഹെൽത്ത് കെയർ മാനേജ്മെന്റ് പോകണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐ വോണ്ട് റെക്കമെൻഡ്. രണ്ടാമത്തെ ഒരു ഫാക്ടർ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ത്യയിൽ സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള MBA പ്രോഗ്രാംസിൽ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന വളരെ കുറച്ച് MBAകളേ ഉള്ളൂ. ഇപ്പൊ നാട്ടിലൊക്കെ ഈ അവിടെ ഇവിടെയൊക്കെ കാണുന്ന, ഞാൻ പൊതുവെ കളിയാക്കി പറയാറ്, ഏത് വളവിലും മുക്കിലും ഉള്ള B സ്കൂളുകളൊക്കെ പല വെറൈറ്റി പേരുകളുള്ള MBAകൾ കൊടുക്കുന്നുണ്ട്. അതായത് MBA ഇൻ ഏവിയേഷൻ, MBA ഇൻ ലക്ഷറി മാനേജ്മെന്റ്, MBA ഇൻ സ്പോർട്സ് മാനേജ്മെന്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സാധനങ്ങൾ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഒരു MBA വെറുതെ ഒരു പേരെഴുതി കൊടുക്കാൻ വലിയ എളുപ്പമാണ്. പക്ഷെ ഇത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്കും പ്രത്യേകിച്ച് വലിയ ഐഡിയ ഒന്നും ഉണ്ടാവില്ല. സോ മൈ സജഷൻ വുഡ് ബി, നിങ്ങൾ ഒരു MBA ചെയ്യുന്ന സമയത്ത് ഇന്ത്യയിലെ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ആയിട്ടുള്ള IIMs അല്ലെങ്കിൽ ടോപ്പ് B സ്കൂളിലുള്ള ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം ചെയ്യാൻ നോക്കുക. പിന്നെ മികച്ച സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാമുകൾ കുറച്ചുണ്ട്. അതായത് ഇന്ത്യയിലാണെങ്കിൽ തന്നെ ഇപ്പം
IIM ബാംഗ്ലൂരിൽ, പിന്നെ IIM കൽക്കട്ട, IIT ഖരഗ്പൂർ ആൻഡ് ISI ഒരുമിച്ച് കൂട്ടി നടത്തുന്ന ബിസിനസ് അനലറ്റിക്സിന്റെ MBA പ്രോഗ്രാം ഉണ്ട്. ഇപ്പൊ IIM കോഴിക്കോടിൽ ജനറൽ MBA കൂടാതെ തന്നെ ഒരു MBA ഫിനാൻസും ഒരു MBA ലിബറൽ സ്റ്റഡീസ് ആൻഡ് മാനേജ്മെന്റും ഉണ്ട്. അതേപോലെ IIM ഇൻഡോറിൽ ഒരു HR പ്രോഗ്രാം ഉണ്ട്, MDA ഗുർഗാവിലെ ഒരു HR പ്രോഗ്രാം ഉണ്ട്, XLRIയിൽ ഒരു HR പ്രോഗ്രാം ഉണ്ട്. സോ അങ്ങനെയുള്ള വളരെ ചുരുക്കം ടോപ്പ് ബിസിനസ് സ്കൂളുകളിൽ മാത്രമാണ് ഈ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാംസ് നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഹെൽത്ത് കെയർ മാനേജ്മെന്റും എന്റെ അറിവിൽ ഇന്ത്യയിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന ഒരു ബിസിനസ് സ്കൂളുകളും എനിക്കറിയില്ല. അപ്പൊ നിങ്ങൾ ഇത്രയും പൈസ എന്നാൽ ഫീസിൽ വലിയ വ്യത്യാസം ഉണ്ടാവില്ല. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഒരു ജനറൽ മാനേജ്മെന്റിന് NMIMS എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, NMIMS എന്ന് പറയുന്ന മുംബൈയിലുള്ള ഒരു വലിയൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അവരുടെ MBA പ്രോഗ്രാം വളരെ സോൾഡ് ആണ്. ഒരു ടോപ്പ് 20 ടോപ്പ് 30 ബിസിനസ് സ്കൂളുകളിൽ വരും അവരുടെ കോർ MBA പ്രോഗ്രാം, ജനറൽ മാനേജ്മെന്റ് പ്രോഗ്രാം. പക്ഷെ ദി മൊമെന്റ് യു മൂവ് ടു ഹെൽത്ത് കെയർ മാനേജ്മെന്റ്, ഫീസിൽ ഇവർ വ്യത്യാസമൊന്നും വരുത്തുന്നില്ല. പക്ഷെ ഓപ്പർച്യൂണിറ്റീസിൽ വളരെ നാരോ ഡൗൺ ആയി പോകും. ഓപ്പർച്യൂണിറ്റീസിൽ നിങ്ങൾക്ക് വളരെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും ജനറൽ മാനേജ്മെന്റ് ഫോക്കസ് ചെയ്യാനേ ഞാൻ ഇന്ത്യയിൽ പറയത്തുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സെക്ടറിലോട്ട് പോകാൻ ആരും റെസ്ട്രിക്ട് ചെയ്യുന്നില്ല. എന്റെ തന്നെ എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ജനറൽ മാനേജ്മെന്റ് MBA ആണ് എടുത്തത്. ഞാൻ ഇർമയിൽ പോയിട്ട് റൂറൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ സോഷ്യൽ സെക്ടറിനെ കുറിച്ച് ഒന്നും പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ ഒരു 1.5 വർഷം കോർപ്പറേറ്റിൽ സാംസങ്ങിൽ വർക്ക് ചെയ്തതിന് ശേഷം ഞാനിപ്പം വർക്ക് ചെയ്യുന്നത് ഒരു NGO റൺ ചെയ്തുകൊണ്ട്, ഓപ്പൺ ഡേറ്റ് ഫൗണ്ടേഷൻ റൺ ചെയ്തുകൊണ്ടാണ്. സോ സോഷ്യൽ സെക്ടറിലോട്ട് കയറാൻ പറ്റി. സോ ജനറൽ മാനേജ്മെന്റ് ആകുമ്പോൾ നിങ്ങൾക്ക് എന്തിലോട്ടും പോവാം. സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം ആകുമ്പോൾ അത്ര നല്ല പ്രോഗ്രാം അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യും. കാരണം എന്തുകൊണ്ടാണ് ഈ MBA കഴിയുന്നവർക്ക് ഇത്രയും ഡിമാൻഡ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന് അത് കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടും, രണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ലെഗസിയും അലൂമിനി ബ്രാൻഡും കാര്യങ്ങളും കൊണ്ടാണ്. അപ്പൊ എങ്ങനെയാണ് ഈ അലൂമിനിയം ബ്രാൻഡും ഒക്കെ ഉണ്ടാക്കുന്നത്? ഏറ്റവും പഴക്കമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലെ ഏറ്റവും പഴക്കമുള്ള പ്രോഗ്രാമുകളിൽ അതെല്ലാം ജനറൽ പ്രോഗ്രാമാണ്, അതിൽ പോവുക. ഡെഫിനറ്റ്ലി നീഷ് പ്രോഗ്രാംസ് ഉണ്ട്, ചില നല്ല ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്, അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാം. ഇപ്പം റൂറൽ മാനേജ്മെന്റ് ആണ് നിങ്ങൾക്ക് ഉറപ്പിച്ച് അത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഇർമ നല്ലൊരു ഓപ്ഷനാണ്. പക്ഷെ വേറെ ഇർമ അല്ലാതെ റൂറൽ മാനേജ്മെന്റ് നല്ല രീതിയിൽ കൊടുക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ഒന്നും ഇന്ത്യയിൽ എന്റെ അറിവിലില്ല. ആഗ്രി ബിസിനസ് മാനേജ്മെന്റ് ആണെങ്കിൽ IIM അഹമ്മദാബാദിലും ലക്നൌവിലും നല്ല പ്രോഗ്രാമാണ്, മാനേജിലും വലിയ തരക്കേടില്ല. പക്ഷെ ഇതല്ലാതെ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല രീതിയിൽ കൊടുക്കുന്നത് എനിക്ക് അറിയില്ല. സോ ഏതെങ്കിലുമൊക്കെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ ഈ പേര് കേട്ടിട്ട്, അല്ലെങ്കിൽ ഞാൻ പഠിച്ച UG ഇതാണ് അതുകൊണ്ട് എനിക്ക് ഇതേ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞിട്ട് പോയി ചാടാതിരിക്കുക. സോ ഇതാണ് ഫസ്റ്റ് എന്റെ ഒരു സജഷൻ. ദാറ്റ് നിങ്ങൾ വെറുതെ നിങ്ങളുടെ ഒരു UG വെച്ചിട്ട് നിങ്ങളെ ലിമിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. MBA എന്ന് പറയുന്നത് തന്നെ ഡൈവേഴ്സിറ്റി എംബ്രേസ് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ്. MBAയിൽ B സ്കൂൾ തന്നെ പറയുന്നത് നിങ്ങൾ എഞ്ചിനീയറിംഗ് അല്ലാത്ത ഏത് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നാലും നിങ്ങൾക്ക് ഒരു എക്സ്ട്രാ വെയിറ്റേജ് 5 to 10 മാർക്സ് സെലക്ഷന് നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു MBA ക്ലാസ് റൂമിൽ പല ടൈപ്പ് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ടോ. അപ്പൊ ആ സമയത്ത് എല്ലാ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാർക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനുള്ള സ്കോപ്പുകളുണ്ട്. ഇപ്പം B സ്കൂളുകളെടുത്ത് ഇപ്പൊ IIM കോഴിക്കോട് തന്നെ എടുത്തു കഴിഞ്ഞാൽ IIM കോഴിക്കോടിൽ ഡോക്ടർമാരുണ്ട്, IIM കോഴിക്കോടിൽ സൈക്കോളജി കഴിഞ്ഞ ആൾക്കാരുണ്ട്, IIM കോഴിക്കോടിൽ ഡെന്റിസ്റ്റുമാരുണ്ട്. അല്ലെങ്കിൽ ഏത് B സ്കൂൾ എടുത്തു കഴിഞ്ഞാലും ഇങ്ങനത്തെ വളരെ ഡൈവേഴ്സ് ആയിട്ടുള്ള പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്നുള്ള ആൾക്കാരുണ്ടാവും. സോ ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് നിങ്ങൾ റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുക. ഇനി രണ്ടാമത്തത് ആരായിരിക്കണം ഒരു ഐഡിയൽ MBA കാൻഡിഡേറ്റ്. സോ നിങ്ങൾക്ക് എലിജിബിലിറ്റി വൈസ് നിങ്ങൾക്ക് മനസ്സിലായി ഏത് പ്രോഗ്രാം നോക്കണമെന്ന് മനസ്സിലായി. ഇനി ഹൂ വിൽ ബി ആൻ ഐഡിയൽ കാൻഡിഡേറ്റ് എന്ന് ചോദിച്ചാൽ, എന്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണെങ്കിൽ ഭയങ്കര ടോപ്പ് കമ്മ്യൂണിക്കേറ്റർ ആയിരിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഒരു ബേസിക് കമ്മ്യൂണിക്കേഷൻ ഷുഡ് ബി ഇൻ പ്ലേസ്. അതായത് നിങ്ങൾ എപ്പോഴും ഒരിക്കലും ഒരു ക്ലയന്റിനെ ഫേസ് ചെയ്യാൻ താല്പര്യമില്ലാത്ത, നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഇരിക്കാൻ, ഇപ്പോൾ ഒരു കോഡിങ് പോലുള്ള വർക്ക്, അതായത് പണി നമുക്ക് കിട്ടുന്നു, അത് നമ്മൾ ആരുമായിട്ടും സംസാരിക്കാതെ ചെയ്യുന്നു, അത് മെയിൽ അയച്ച് കൊടുക്കുന്നു എന്നുള്ള രീതിയിലുള്ളവർക്കാണെങ്കിൽ MBA ഒരു വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കില്ല. ബിക്കോസ് നിങ്ങൾക്ക് MBA കഴിഞ്ഞാൽ ചിലപ്പോൾ അങ്ങനത്തെ കുറച്ച് ജോലികൾ കിട്ടാം. പക്ഷെ ആ 2 വർഷം MBAയുടെ സമയത്ത് നിങ്ങൾക്ക് അതുകൊണ്ട് മാക്സിമം യൂസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് ആൾക്കാരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും നെറ്റ്വർക്ക് ചെയ്യാനും താല്പര്യമുള്ള ആൾക്കാരായിരിക്കണം. കാരണം ഈ B സ്കൂളുകളിലൊക്കെ പോകുമ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഏതെങ്കിലും വളവിലുള്ള MBA കോളേജിൽ പഠിപ്പിക്കുന്ന സെയിം സാധനങ്ങളൊക്കെ ആയിരിക്കും അവിടെയും പഠിപ്പിക്കുക. പക്ഷെ അവിടെ വലിയൊരു മാറ്റം വരില്ല എന്ന് പറഞ്ഞാൽ, ഒന്ന് ഫാക്കൽറ്റീസിന്റെ ക്വാളിറ്റി, 2 അവിടെ വരുമ്പോൾ നമുക്ക് ആ ഒരു ഇന്ത്യയിലുള്ള എല്ലാ സ്ഥലത്തു നിന്നുള്ള കുട്ടികൾ ബെസ്റ്റ് ബ്രെയിൻസ് ഓഫ് ദി കൺട്രി വരുമ്പോൾ അവരുമായിട്ട് നെറ്റ്വർക്ക് ചെയ്ത് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. സോ അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്ന അങ്ങനത്തെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ താല്പര്യമുള്ള ഒരാളായിരിക്കണം. അതുകൊണ്ട് ക്യൂരിയോസിറ്റി കുറച്ചുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് MBA നല്ലൊരു സംഭവമായിരിക്കും. പിന്നെ രണ്ടാമത്തത്, ഇപ്പൊ നിങ്ങളുടെ ഇപ്പോൾ ഒരു നീഷിൽ നിങ്ങളിപ്പോൾ ഒരു UG BTech ഇൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞു, നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസിൽ വളരെ മികച്ച രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് കോഡിങ് വളരെ ഇഷ്ടമാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം വളരെയധികം ഇഷ്ടമാണെങ്കിൽ
നിങ്ങൾക്ക് അതിൽ തന്നെ തുടരുന്നതോ അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള ഹയർ സ്റ്റഡീസ് ചെയ്യുന്നതുമാണ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക. കാരണം ഇപ്പോൾ ഒരു കമ്പ്യൂട്ടർ സയൻസ് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരാൾ MBA കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റിലോ ഗൂഗിളിലോ കയറാൻ പറ്റുന്നുണ്ടാവും, പക്ഷെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഡിംഗ് എന്ന് പറയുന്ന സാധനം ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. കാരണം MBA കഴിഞ്ഞ് കയറുന്ന ആൾക്കാരെല്ലാവരും കൂടുതലും ഒരു മാനേജ്മെന്റ് റിലേറ്റഡ് അല്ലെങ്കിൽ കുറച്ചുകൂടെ ആ ഒരു ടെക്കിന്റെ മുകളിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ഒരു UG കഴിഞ്ഞ ആൾക്കാർ ചെയ്യുന്നതിന്റെ മുകളിൽ ഒരു മാനേജ്മെന്റ് പൊസിഷനിലായിരിക്കും ഉണ്ടാവുക കൂടുതലും. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ഒരു പാഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ അവിടെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഒരു ഈസി ഓപ്ഷനാണ്, അതായത് MBA എന്ന് പറയുന്നത് ഇപ്പം ഒരു എഞ്ചിനീയറിംഗ് ഒക്കെ നാട്ടിൽ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം 6 to 7 lakhs ഒക്കെ സ്റ്റാർട്ടിംഗ് പാക്കേജ് അല്ലെങ്കിൽ ഒരു 3 to 4 lakhs ഒക്കെ ഉള്ള സ്ഥലത്ത് നിങ്ങൾക്കൊരു MBA ചെയ്ത് കഴിഞ്ഞാൽ ഒരു 25 to 30 ലക്ഷം രൂപ കിട്ടും ടോപ്പ് ബി സ്കൂൾസിൽ നിന്ന് ചെയ്ത് കഴിഞ്ഞാൽ. ബട്ട് അറ്റ് ദി സെയിം ടൈം ഐ വുഡ് സേ നിങ്ങൾ നിങ്ങളുടെ ആ ഒരു അത്രയും പാഷനായിട്ടുള്ള ഒരു സാധനം മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗോയിങ് ഫോർവേഡ് കുറച്ച് ജമ്പും സ്വിച്ചും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ റീച്ച് ദാറ്റ് പാക്കേജ്. സോ അതുകൊണ്ട് സാലറി മാത്രം കണ്ട് നിങ്ങൾ MBA വരേണ്ട ആവശ്യമില്ല. പക്ഷേ നിങ്ങൾക്കൊരു പ്രത്യേകിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല, എന്നാൽ നിങ്ങൾക്ക് അത്യാവശ്യം മാനേജീരിയൽ സ്കിൽസ് ഉണ്ട്, ഒരു മാനേജ് ഒക്കെ ചെയ്യാൻ പറ്റും, അത്യാവശ്യം നെറ്റ്വർക്കിംഗ് സ്കിൽസ് ഒക്കെ ഉണ്ട്. ഇപ്പൊ BTech കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഒരു BSc കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് അതിൽ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാൻ താല്പര്യമില്ല, ഇനി അതിലൊരു മുകളിൽ റിസർച്ചിലൊന്നും പോകാൻ താല്പര്യമില്ല, എന്നാൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ജില്ലെന്ന് നിൽക്കാൻ പറ്റുന്ന ടൈപ്പ് കുറെ സാധനങ്ങളൊക്കെ എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണ്, അതായത് കുറെ ഇവന്റ്സ് ഒക്കെ ഓർഗനൈസ് ചെയ്യുക, അങ്ങനത്തെ ഒക്കെ നിങ്ങൾ പണ്ട് താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ MBA നിങ്ങൾക്ക് കൺസിഡർ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഒരു കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MBA ചെയ്യാൻ പറ്റിയ ഒരു ഐഡിയൽ കാൻഡിഡേറ്റ് നിങ്ങൾ കോർപ്പറേറ്റിൽ കയറി വലിയ താല്പര്യമൊന്നും ഇല്ലാതെ നിങ്ങൾ ഒരു കമ്പനിയിൽ കയറിയിട്ടുണ്ടാവും, പക്ഷെ അവിടെ ഒരു 2-3 വർഷം നിന്ന് അതൊക്കെ ഇഷ്ടപ്പെട്ടു, എല്ലാം റെഡിയായി, പക്ഷെ നിങ്ങളുടെ ഡിഗ്രി ഒരു Tier 3 Tier 4 കോളേജിലായതുകൊണ്ട്, അതായത് ഈ IIT IIM NIT നാഷണൽ ലോ യൂണിവേഴ്സിറ്റി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരു ബ്രാൻഡ് നിങ്ങളുടെ കൂടെ ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾക്ക് പല ഓപ്പർച്യൂണിറ്റീസ് ലിമിറ്റ് ആവുന്നുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ആ സമയത്ത് നിങ്ങൾക്ക് ആ കോർപ്പറേറ്റിൽ നിന്ന് ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങൾക്ക് MBA ചെയ്ത് തിരിച്ചു വരാവുന്നതാണ്. പക്ഷെ MBA ചെയ്ത് കഴിഞ്ഞാൽ അഗൈൻ നിങ്ങൾക്ക് ആ ഒരു നീഷിൽ നിൽക്കാൻ പറ്റുന്നുണ്ടാവില്ല. ഞാൻ പറഞ്ഞത് വളരെ ക്ലിയർ ആണ്, അതായത് ഇപ്പൊ നിങ്ങൾ MBBS കഴിഞ്ഞിട്ടാണ് MBA ചെയ്യുന്നതെങ്കിലും നിങ്ങൾക്ക് ഒരു മെഡിസിൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നും ചിലപ്പോൾ ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഒരു MBA കഴിഞ്ഞ ആൾക്കാർക്ക് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഓപ്ഷൻസ് അവിടെ ഉണ്ട്, പക്ഷെ അത് നിങ്ങളുടെ UG-യുമായിട്ട് ബന്ധപ്പെട്ടതാവണമെന്ന് ഒരു നിർബന്ധവും ഇല്ല എന്നുള്ളതാണ് ഞാൻ അതിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒരു കാര്യം എനിക്ക് ഇതിനകത്ത് അവസാനമായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഈ പറയുന്ന ഓൺട്രപ്രണർഷിപ്പിലോട്ട് കയറാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ ഇതിൽ എനിക്ക് 2 അഭിപ്രായങ്ങളുണ്ട്. ഇഫ് യു വോണ്ട് ടു ബി ആൻ ഓൺട്രപ്രണർ, നിങ്ങൾക്കൊരു സ്വന്തമായിട്ട് ഒരു സംരംഭം തുടങ്ങണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ ഒരുപാട് പൈസ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബൂട്ട് സ്ട്രാപ്പ് ചെയ്യാനുള്ള പൈസ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങാനുള്ള പൈസ ഉണ്ടെങ്കിൽ മേ ബി നിങ്ങൾക്ക് അത് വെച്ച് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് ക്ലാരിറ്റി കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ മേ ബി ഈ ഒരു MBAക്ക് 20 to 25 to 30 lakhs സ്പെൻഡ് ചെയ്യുന്നതിന് വരെ നിങ്ങൾക്ക് നേരിട്ട് ആ കമ്പനി തുടങ്ങാം. പക്ഷെ ഒരു IIM ബ്രാൻഡ് തരുന്ന നിങ്ങളുടെ ഒരു ലെവറേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഇപ്പൊ ഒരു നോൺ പ്രോഫിറ്റ് നടത്തുകയാണ്, അപ്പം എനിക്ക് ഈസി ആക്സസ് ആണ്, ആർക്ക് വേണമെങ്കിലും ഞാൻ മെയിൽ അയക്കുന്ന സമയത്ത് ഞാനൊരു IIM-കാരനാണെന്ന് പറയുന്ന സമയത്ത് എനിക്ക് കിട്ടുന്ന ഒരു ബ്രാൻഡ് വാല്യൂ, എനിക്ക് കിട്ടുന്ന ഒരു ട്രസ്റ്റ് ഫാക്ടറും, എനിക്ക് കിട്ടുന്ന ഒരു ഫസ്റ്റ് മീറ്റിംഗും വളരെ എളുപ്പമായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അത് എന്റെ പഴയ UG വെച്ചിട്ടാണെങ്കിൽ എനിക്ക് കിട്ടുന്നുണ്ടാവില്ല. സോ ഇതെപ്പോഴും ഒരു ഡിബേറ്റബിൾ ടോപ്പിക്കാണ്. അറ്റ് ദി സെയിം ടൈം നിങ്ങൾ ഇത്രയും ഫീസ് കൊടുത്തിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ നേരെ പോയി സ്റ്റാർട്ടപ്പ് തുടങ്ങാൻ പറ്റിയെന്നും പറ്റില്ല. കാരണം നിങ്ങൾക്കൊരു ലോൺ അടയ്ക്കാനുണ്ടാവും. അപ്പോൾ ഒരു 3-4 വർഷമെങ്കിലും നിങ്ങൾ ചിലപ്പം കോർപ്പറേറ്റിൽ നിന്ന് ലോൺ അടച്ചൊരു സേവിങ്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടായിരിക്കും നിങ്ങൾക്ക് ഈ പറയുന്ന സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റുക. അപ്പം നിങ്ങൾക്ക് ഐഡിയ ക്ലിയർ ആണ്, നിങ്ങളുടെ ടീം എന്തായാലും ഉണ്ട്, നിങ്ങൾക്ക് അറിയാം എങ്ങനെ ഫണ്ട് റൈസ് ചെയ്യണമെന്ന്, അങ്ങനെയൊക്കെ എല്ലാം ക്ലാരിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റെഡ് ഓഫ് ഇൻവെസ്റ്റിംഗ് ഇൻ ആൻ MBA യു ക്യാൻ ഡയറക്ട്ലി സ്റ്റാർട്ടപ്പ്. ഇന്ത്യയിൽ ഇപ്പോൾ നല്ല സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റംസ് ഉണ്ട്, നല്ല സ്റ്റാർട്ടപ്പ് ഇൻക്യുബേറ്റേഴ്സ് ഉണ്ട്. അപ്പം അവിടെയൊക്കെ പോയിട്ട് നിങ്ങൾക്ക് ഈ പറയുന്ന ലേണിംഗ്സ് നിങ്ങളുടെ സ്റ്റാർട്ടപ്പ് റിലേറ്റഡ് ആയിട്ട് എടുക്കാൻ പറ്റും. പക്ഷെ ഒരു ലോങ് ടേം ആയിട്ട് ഓൺട്രപ്രണർഷിപ്പ് ആലോചിക്കുന്ന ഒരാൾക്കാരാണ്, 10 വർഷം 15 വർഷം എനിക്ക് കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തിട്ട് വന്നൊരു കമ്പനി തുടങ്ങണമെന്ന് ആലോചിക്കുന്ന ആൾക്കാരാണെങ്കിൽ MBA വിൽ ബി എ ബെറ്റർ ഓപ്ഷൻ. ബിക്കോസ് ആ ഒരു കോളേജിന്റെ ബ്രാൻഡ്, അവിടെ നിന്ന് കിട്ടുന്ന അലൂമിനി, അവിടെ നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കോഫൗണ്ടറിനെ കിട്ടുക. ഇപ്പൊ എന്റെ കോഫൗണ്ടർ ഞാൻ IIM-ന്ന് എന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ ആക്സസ് ടു ഫണ്ട് കിട്ടാം. പിന്നെ നല്ല കമ്പനിയിലോട്ടുള്ള ജോലി കിട്ടുന്നതിലൂടെ അവിടെ നിന്ന് കിട്ടുന്ന ലേണിംഗ്സ് നിങ്ങൾക്ക് ബെറ്റർ ആയിട്ട് യൂസ് ചെയ്യാം. എക്സാമ്പിൾ ഇപ്പൊ ഫേമസ് ആയിട്ടുള്ള ഓണ്ടർപ്രണേഴ്സ് പറയുകയാണെങ്കിൽ ഇപ്പൊ അമൻ ഗുപ്ത ബോട്ടിന്റെ CMO ആണ്. ഈ അമൻ ഗുപ്ത ഈ ബോട്ട് എന്ന് പറയുന്ന ഒരു കമ്പനി തുടങ്ങുന്നതിന് തൊട്ട് മുന്നേ ഈ പറയുന്ന ഹർമാനിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു അങ്ങനത്തെ ഈ JBL-ലോ മറ്റോ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഹർമാൻ ആണെന്ന് തോന്നുന്നു, എനിക്ക് ഉറപ്പില്ല. സോ അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ ആ ഒരു പൊസിഷനിൽ ഇരുന്നത് കൊണ്ടാണ്
അതേപോലത്തെ വേറൊരു സ്പീക്കർ അല്ലെങ്കിൽ സൗണ്ട് ഒരു സിസ്റ്റം കമ്പനി പുള്ളിക്കാരന് തുടങ്ങാൻ പറ്റിയത്. അപ്പൊ ആ രീതിയിലുള്ള ആക്സസ് നിങ്ങൾക്ക് കിട്ടും. സോ ഷോർട്ട് ടേം ആയിട്ട് ഓണ്ടർപ്രണർഷിപ്പ് തുടങ്ങാനാണ് ഓൾറെഡി ഐഡിയ ഉണ്ട്, ഓൾറെഡി തുടങ്ങിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ കണ്ടിന്യൂ വിത്ത് ദാറ്റ്. മേ ബി ഇൻ ദ ഫ്യൂച്ചർ വൺസ് യു ഫീൽ ലൈക്ക് ദർ ഇസ് എ ഗ്ലാസ് സീലിംഗ്, എനിക്ക് പല സാധനങ്ങളും കിട്ടുന്നില്ല, എനിക്ക് ബ്രാൻഡ് ഇല്ലാത്തതുകൊണ്ടും തോന്നുന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ ഇറ്റ്. എൽസ് ഐ വുഡ് സേ, ഐ മീൻ ഇഫ് യു ഫാർ ഫ്യൂച്ചറിലാണ് നിങ്ങൾക്ക് ഓണ്ടർപ്രണർ ആവണമെന്ന് ചെറിയൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ, ഐഡിയ ഇല്ല, ഇപ്പോൾ ഉടനെ ചെയ്യണമെന്നില്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കൊരു MBA ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ബി ഒരു ഗുഡ് ഇൻവെസ്റ്റ്മെന്റ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ ഈ ഒരു വീഡിയോയിലൂടെ എനിക്ക് സ്ഥിരം മെസ്സേജ് അയക്കുന്ന കുറെ ആൾക്കാർക്ക് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ UG എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ജനറൽ MBA ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്ത്യയുടെ കേസിൽ സ്പെഷ്യലൈസ്ഡ് പ്രോഗ്രാം അത്രയും നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ചെയ്യുക, അതും നല്ല കോളേജുകളിൽ നിന്ന് മാത്രം ചെയ്യുക. ഇപ്പൊ IIM ഒന്നും ഈ ലക്ഷറി മാനേജ്മെന്റ്, സ്പോർട്സ് മാനേജ്മെന്റ്, ആർട്സ് മാനേജ്മെന്റ് എന്നൊക്കെ പറയുന്ന കോഴ്സുകളൊന്നും കൊടുക്കുന്നില്ല. അതൊക്കെ കൊടുക്കുന്നത് ഈ പറയുന്ന Tier 2 Tier 3 പൈസ അടിക്കാൻ വേണ്ടി കുറെ കോളേജുകൾ വെറുതെ എന്തൊക്കെയോ ഉണ്ടാക്കി വിടുന്നതാണ്. അതിൽ ദയവ് ചെയ്ത് വീഴാതിരിക്കുക. നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് നല്ല രീതിയിൽ ഡിഗ്രി ചെയ്തിട്ട് നിങ്ങളുടെ ഓപ്ഷൻസ് വൈഡർ ആയിട്ട് വെക്കുക, എക്സ്പ്ലോർ ചെയ്യുക. സോ അതാണ് എനിക്ക് ഈ ഒരു വീഡിയോയിൽ നിങ്ങളോട് പറയാനുള്ളത്. സോ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ് ദി വീഡിയോ. I'll be soon coming up with more interesting video. Please do subscribe to my channel. Thanks a lot. Bye bye.